അപ്പോൾ ഇന്നൊരു നോമ്പ് തുറയ്ക്ക് വേണ്ടി നമ്മൾ പുറത്തോട്ട് പോവാണ്. ഓഫായതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നൊരു പള്ളിയിലാണ് നമ്മൾ പോകുന്നത്. ഷാർജയിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയാണ്. ആ പള്ളി ഏതാണെന്ന് നമുക്ക് ആരാ പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. എങ്ങോട്ടാണ് പോകുന്നത് അനിത്യ? ഷാർജയിലെ എല്ലാം ഭംഗിയുള്ള നല്ലൊരു പള്ളിയാണല്ലേ, വീഡിയോയിലും സ്റ്റാറ്റസിലൊക്കെ കാണുന്നത്. എങ്ങോട്ടമ്മ? നോമ്പ് തുറക്ക് ഇൻഷാ അല്ലാഹ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയുധമൊക്കെ ഇവിടെ ഒരുങ്ങി നിൽക്കൊണ്ട് പോകാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. 2023 ഫാമിലിയൊക്കെ വിസിറ്റിന് വന്ന സമയത്ത് എടുത്ത വീഡിയോസാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ താമസിച്ചിരുന്നത് ഷാർജ അൽക്കാസിമയിലായിരുന്നു. അൽക്കാസിമയിൽ നിന്ന് നോമോസിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഉള്ളത്. ഈ കാണുന്നതാണ് ഷാർജ അൽനൂർ മോസ്ക്. ഷാർജ ബുഹൈറ കോർണിഷിലാണ് ഈ ഒരു മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഒട്ടോമൻ ടർക്കിഷ് മോഡലിലാണ് ഈ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഷാർജയിലെ ഒരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണിത്. ഇവിടെ നോമ്പ് സമയത്ത് പള്ളിയിലൊക്കെ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്താണ് അത് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞത്. അങ്ങനെ ഉമ്മായും അൻസിയായും കൂടെ അത് മേടിക്കാനായിട്ട് പള്ളിയുടെ പുറകിലായിട്ട് പോകുന്നുണ്ട്. അതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. നൂർ മോസ്കിലെ പൊതി കിട്ടിയാ? സന്തോഷമായ? എന്താ നോമ്പിന്റെ ക്ഷീണമാ? ഇതാ സുദിൻ ഷാ ഹക്കീം നമ്മുടെ കാത്ത് വന്നിരിക്കുകയാണ്. ഷാർജയിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത്. പ്രത്യേകിച്ച് സൺസെറ്റ് സമയത്തുള്ള ഇവിടുത്തെ ഓരോ ഫ്രെയിമിനും ഭയങ്കര ഭംഗിയാണ്. ഒരു സൈക്കിൾ ട്രാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫാമിലീസ് വീക്കെൻഡിലൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ബുഹൈറ കോർണിഷ്. അങ്ങനെ നമ്മൾ സ്ഥലം പിടിച്ച് ഇവിടെ നമ്മുടെ നോമ്പിൻ്റെ ഇഷ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ഫുഡ് കിറ്റാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ വൈകുന്നേര സമയത്തൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മനസ്സിന് റിഫ്രഷ്മെൻ്റ് ആണ്. ഇത് നല്ലതുപോലെ ഇന്ന് എൻജോയ് ചെയ്ത് ഇവിടെ നിൽപ്പുണ്ട്. കുട്ടികളും പിന്നെ അവിടെ നിന്ന് വരുന്ന കിളികളുടെയൊക്കെ സൗണ്ട് കേട്ട് ഓടി നടക്കുന്നുണ്ട്. ബാങ്ക് വിളിക്കാൻ കുറച്ചും കൂടെ സമയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മോനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങളിപ്പോൾ നോമ്പ് തുറക്കുവാണ്. ശ്രുതി ഇവിടെ അടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ശ്രുതിയും കൂടെ നമ്മുടെ കൂടെ നോമ്പ് തുറക്ക് ജോയിൻ ആയിട്ടുണ്ട്. ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ കോർണിഷിൽ പീരങ്കിൽ നിന്ന് വെടി മുഴങ്ങും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്.
നോമ്പെല്ലാം തുറന്ന് ഞങ്ങൾ പള്ളിയിൽ പോയ സമയത്താണ് അടുത്തൊരു ഫാമിലിയിൽ കുറച്ച് കുട്ടികളുമായിട്ട് ഐദു അങ്ങ് കൂട്ടാവുകയും പിന്നെ അവരും ഐദും ഒക്കെ ആയിട്ട് ഫുട്ബോളും കളിക്കുന്ന ഒരു ഇതാണ്. അതെന്തായാലും നല്ലൊരു സ്പെഷ്യൽ ആയിരുന്നു. കാരണം നമ്മുടെ രാജ്യക്കാരല്ലാത്തവർ കുട്ടികൾ നമ്മളടുത്ത് വന്ന് ഒത്തുകൂടുമ്പോഴൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് നൽകുന്നത്. പിന്നെ ശ്രുതിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി, ബ്രേക്ക് കഴിയാതായതുകൊണ്ട് തന്നെ ശ്രുതി തിരിച്ച് ഡ്യൂട്ടിക്ക് അങ്ങ് ജോയിൻ ചെയ്തു. കുറച്ച് നേരം ഞങ്ങൾ ഐദവും കുട്ടികളൊക്കെ ആയിട്ട് കളിച്ച് കുറച്ച് നേരം കൂടെ നമ്മളവിടെ പാർക്കിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. നമ്മളിപ്പോൾ ശ്രുതി മാമനെ കാണാൻ പോവുകയാണ്, ശ്രുതിക്കായി കാണാൻ പോവുകയാണ്. പുറകിൽ നമുക്ക് ന്യൂ മോസ്ക് കാണാം. ഇനി ശ്രുതിയുടെ ഫാർമസിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹലോ സർ. നൂർ മസ്ജിദ് എന്നാൽ പ്രകാശത്തിന്റെ പള്ളി എന്നുകൂടി അർത്ഥം വരുന്നുണ്ട്. മുസ്ലിങ്ങൾ അല്ലാത്ത സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്ന ഷാർജയിലെ ഏക പള്ളി കൂടിയാണിത്. ഞങ്ങളുടെ നോമ്പ് തുറയുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ومن يشرك بالله فقد ضل ضلالا